മലപ്പുറം വള്ളിക്കുന്നിൽ ഇപ്പോൾ UDFന്റെ കൺവെൻഷൻ നടക്കുകയാണ്. സ്ഥാനാർത്ഥിയായിട്ടുള്ള TV ഇബ്രാഹിം വേദിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതേസമയം ഒരു പ്രത്യേക കൗതുകമുള്ളത് രണ്ടുപേർ ഈ പരിപാടിയിൽ സംസാരിക്കാനെത്തിയ രണ്ടുപേർ, ഒരാൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, മറ്റൊരാൾ കോൺഗ്രസിന്റെ യുവമുഖമാണ്. ഈ രണ്ടുപേരെയും ഇടതുപക്ഷം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നതാണ്. ആ രണ്ടുപേരും ഇന്ന് TV ഇബ്രാഹിമിന് വേണ്ടി സംസാരിക്കാൻ ഈ വേദിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വേദിയുടെ ഒരു രാഷ്ട്രീയ കൗതുകം. ആദ്യം ശ്രീ ഷാഫി ചാലിയത്തോട് സംസാരിക്കാം. അങ്ങിപ്പോ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ കേട്ടു. അദ്ദേഹം ഒരു MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണ വേദിയിൽ സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത്രമേൽ ഇവിടെ UDFന്റെ വിജയം അങ്ങ് ഉറപ്പിക്കുന്നുണ്ട്. തീർച്ചയായും വള്ളിക്കുന്ന് UDFന്റെ ഏറ്റവും ഉറച്ച സീറ്റുകളിൽ ഒന്നാണ്. വള്ളിക്കുന്ന് ഇത്രയധികം ഒരു കോൺഫിഡൻസ് ഉള്ള മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വള്ളിക്കുന്ന് അങ്ങനെയാണ് UDF. അത്രയും പരമ്പരാഗത വോട്ടർമാരുണ്ട്. കോൺഗ്രസിനും ലീഗിനുമൊക്കെ കൃത്യമായ രീതിയിൽ യൂണിറ്റ് തലത്തിൽ തന്നെ നല്ല സംവിധാനങ്ങളുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഇവിടെ TV ഇബ്രാഹിം തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അങ്ങേക്ക് ആ ഒരു വലിയ ഓഫറാണ് അങ്ങേക്ക് മുന്നിൽ ഇടതുപക്ഷം വെച്ചത്. അത് കേട്ടപ്പോഴും ഒരു തരത്തിലുള്ള പ്രലോഭനവും ഇല്ലാതെ അങ്ങ് പറഞ്ഞത് ഞാൻ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്, അത് മരണം വരെ അങ്ങനെയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ചാഞ്ചാട്ടം ആ ഘട്ടത്തിൽ അങ്ങേക്ക് ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അധികാര സ്ഥാനത്തിന് പുറകെ പോയി ശീലിച്ചവരല്ല. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി മാറാന്നൊക്കെ പറഞ്ഞാൽ തല്ലിപ്പൊളി മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ആ നിലവാര തകർച്ചയിലേക്കൊന്നും ഞങ്ങളാരും പോവില്ല. എനിക്കാകട്ടെ റിയാസിനാകട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഓഫർ അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളുകയാണ് ചെയ്തത്. ഞങ്ങളൊക്കെ പാർട്ടിക്കാരാണ്, പാർട്ടിയാണ് ഞങ്ങളെ ഉണ്ടാക്കിയത്. ആ പാർട്ടിയെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് വാല്യൂ ഉള്ള ഒരു രാഷ്ട്രീയക്കാരെ ചെയ്യാൻ പാടില്ല. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോകാൻ ഞങ്ങൾ ആരും തയ്യാറില്ല. ഞാൻ അന്നേ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ വള്ളിക്കുന്ന് വരും, ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയാകാനല്ല, TV ഇബ്രാഹിമിനെ വിജയിപ്പിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാനിവിടെ വരും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ വാക്കാണ് ഞാനിവിടെ പാലിക്കുന്നത്. റിയാസ് മുക്കോളിയോടുള്ള നമുക്കുള്ള ഒരു പ്രത്യേക ബഹുമാനം എന്ന് പറയുന്നത്, അദ്ദേഹം പട്ടാമ്പിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ്. അന്ന് അവിടുത്തെ ആളുകൾക്ക് കൊടുത്തിരുന്നൊരു വാക്ക്, ഞാൻ ഇവിടെ ഉണ്ടാകും, അതായത് പരാജയപ്പെട്ടാലും അവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ശരിക്കും എവിടെയാ വീട്? കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ കരിപ്പൂർ എയർപോർട്ട് തൊട്ടടുത്താണ്. അവിടെ പട്ടാമ്പിയിൽ വീടെടുത്ത് താമസിക്കായിരുന്നു. അതെ, കഴിഞ്ഞ 5 വർഷം അവിടെ താമസമായിരുന്നു. അപ്പൊ അത് ഈ സമയത്തെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയമായിട്ടോ അതിനൊരു ബന്ധമില്ല. നമുക്കൊരു അവസരം തന്ന നാടാണ് പട്ടാമ്പി. 57,710 വോട്ട് എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അന്ന് കൊടുത്തൊരു വാക്കാണ്, ജയപരാജയങ്ങൾക്കപ്പുറം ഈ മണ്ണിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ളത്. അതിന് ഞാൻ ഈ സമയത്തുണ്ട്, ഇനി അത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അത്രമാത്രം വ്യക്തിബന്ധം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. കാലാകാലം മരണം വരെ ആ ഒരു ബന്ധം തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങ് ഇടതുപക്ഷം വള്ളിക്കുന്നിൽ മത്സരിക്കാൻ അങ്ങനെ ബന്ധപ്പെട്ടിരുന്നു? ഞാൻ ഇവിടെ പഠിച്ച ആളാണ്. എനിക്കൊരുപാട് കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളുള്ള ഒരു നാടാണ് വള്ളിക്കുന്ന്. ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചത് ഈ പഞ്ചായത്തിലാണ്, CBHS-ലാണ്. ഞാൻ 6 വർഷം പഠിച്ചത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് SFI സുഹൃത്തുക്കളും DYFI സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവരുടെ ഒരു സൗഹൃദം വെച്ച് എന്നെ ക്ഷണിച്ചു എന്നുള്ള നേരാണ്. അത് അല്ലാണ്ട് ഒരു പാർട്ടി തലത്തിലോ വലിയ ചർച്ചയോ വലിയ രീതിയിലുള്ള ക്ഷണമോ എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള CPM SFI നേതാക്കന്മാർ ക്ഷണിച്ചു. എന്താ പറഞ്ഞത്? ഞാനത് ഇവിടെ ഷാഫിക്ക് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എന്തെങ്കിലും ആയത് ഈ പാർട്ടി കൊണ്ടാണ്. ഞാൻ 42 വയസ്സിനിടയിൽ എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടി. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ സംസ്ഥാനതല കമ്മിറ്റിയിലൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നൽകിയത് പാർട്ടിയാണ്. ആ പാർട്ടി ഏതെങ്കിലും ഒരു നൈമിഷികമായിട്ടുള്ള കാര്യം വെച്ച് തള്ളി പറയാൻ ഞങ്ങൾ ആരും ഒരുക്കല്ല. ഞങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ പാർട്ടിയാണ്. മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഒന്നടങ്കം അതിനുവേണ്ടി കാതോർത്ത് കാത്തിരിക്കുമ്പോൾ അതിനൊരു ചെറിയൊരു വിലങ്ങാകാൻ പോലും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്. ഈ ഭരണം കൊണ്ട് ഞങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. എന്തായാലും റിയാസ് മുക്കോളിയും ഷാഫി ചാലിയും നേരിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ TV ഇബ്രാഹിം കൂടി നമ്മളോടൊപ്പം വരുന്നുണ്ട്. ഞാൻ ചോദിക്കുകയായിരുന്നു, അങ്ങ് മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷം പരിഗണിച്ചിരുന്ന 2 പേരാണ് ഇവര്. അവര് തന്നെ പ്രചരണത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇടതുപക്ഷത്തിന് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇതാണ് ഗതി. എല്ലാവരും ഇടതുപക്ഷം വിട്ടുപോവുകയാണ്. G. സുധാകരൻ മുതൽ അപ്പൊ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി. അപ്പോൾ വള്ളിക്കുന്ന് മാത്രമല്ല, എല്ലായിടത്തും ഇതേ അനുഭവമാണുള്ളത്. അവിടുന്ന് അവസാനത്തെ എന്താ പറയുക, മയ്യത്തുനിന്ന് പേനരിച്ചു പോകുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ ബോഡിയിൽ നിന്ന് എല്ലാവരും താഴെ ഇറങ്ങിയാണ്. ആ കൂട്ടത്തിൽ
അതിലേക്ക് അവർ ഇടതുപക്ഷം രക്ഷപ്പെടുത്താൻ ഇവർ പോയിട്ടില്ല എന്ന് മാത്രമാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം പ്രചരണ വഴിയിലാണ്, വള്ളിക്കുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. വള്ളിക്കുന്നിലാണ് പ്രചരണ യോഗം പുരോഗമിക്കുന്നത്. എന്തായാലും കൂടുതൽ സ്ഥാനാർത്ഥികളെ കാണാൻ വേണ്ടി TV ഇബ്രാഹിമും ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.